ഇന്നലെ മോഡിയുടെ പ്രസംഗത്തിൽ ഈ ആദിവാസി ഭൂമിയുടെ ഇനി ആദിവാസി ഭൂമി പിടിച്ചെടുക്കില്ല എന്ന പരാമർശം നടത്തിയല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ ഈ വഖഫ് നിയമം പ്രാബല്യത്തിന് വന്ന ശേഷം ഓർഗനൈസർ ലേഖനം വരികയുണ്ടായിരുന്നു, ഈ വഖഫ് ബോർഡിനേക്കാൾ സമ്പത്ത് ഇവിടുത്തെ സഭക്കുണ്ട് എന്ന രൂപത്തിൽ. അതിനുശേഷം പല ക്രിസ്ത്യൻ സഭകളുടെയും നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുന്നത്, അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുകയുണ്ടായിരുന്നു. ഈ ആദിവാസി ഭൂമി കൈയടക്കുന്നതും അതുപോലെ ഇന്ത്യയിലെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ ഭൂമിയിലേക്ക് സംഘപരിവാർ കണ്ണുവെക്കുന്നതും തമ്മിൽ നമുക്ക് എങ്ങനെ ബന്ധപ്പെടുത്താൻ സാധിക്കും? അതിൽ ഈ ആദിവാസി ഭൂമി ഡെലിബറേറ്റ് ആയിട്ട് പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വഖഫിനെ ഉദ്ദേശിച്ചല്ല സത്യത്തിൽ മോദി അവിടെ പ്രസംഗിക്കുന്നത്. അതായത് ഇനി അങ്ങോട്ട് ആദിവാസി ഭൂമി വഖഫാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ മുൻകാലത്ത് വ്യാപകമായിട്ട് ആദിവാസി ഭൂമികളൊക്കെ വഖഫാക്കി എന്നുള്ള ഉദ്ദേശത്തിലല്ല അത് പറയുന്നത്. ആരാണ് ട്രൈബൽ ലാൻഡ് കയ്യേറിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സൂചനയാണ് അദ്ദേഹം കൊടുക്കുന്നത്. നമ്മൾ ഈ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ ക്രിസ്തീയ സഭകൾക്കെതിരെ ഒരുപാട് കേസ് നിലവിലുണ്ട്. ആദിവാസി ഭൂമി കയ്യേറിയെന്നും എന്താ പറയുക ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ആദിവാസി ഭൂമി കൈയടക്കുന്നു. ചിലപ്പോൾ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവരിൽ വിശ്വസിച്ച് ആളുകൾ കൈമാറുന്നതായിരിക്കാം ഭൂമി. പക്ഷേ ട്രൈബൽ ലാൻഡ് കൈമാറ്റം ചെയ്യുന്നതിന് രാജ്യത്ത് സവിശേഷമായ ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കെതിരെ പലയിടത്തും കേസുകളുണ്ട്. അപ്പോൾ ഇതും ഇപ്പോൾ എന്താ പറയുക, നേരത്തെ ക്രിസ്തീയ സഭകളുടെ ഭൂമി സംബന്ധിച്ച് ഓർഗനൈസറിൽ ലേഖനം വന്നല്ലോ, അതിൻ്റെ തുടർച്ചയായിട്ടാണ് മോദി സംസാരിക്കുന്നത്. ആദിവാസി ഭൂമിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അടുത്ത ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സൂചനയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ അവിടെ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും പോകണ്ട. എന്താണ് ആദിവാസി ഭൂമിയുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കേരളത്തിലെ ആദിവാസി ഭൂപ്രശ്നം ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. എങ്ങനെയാണ് കേരളത്തിലെ ആദിവാസികളുടെ ഭൂമി കൈമോശം വന്നു പോയത്? കുടിയേറ്റം ഉണ്ടായപ്പോഴാണ്. ആരാണ് കുടിയേറിയത്? ആദിവാസികൾക്ക് ഭൂമി തിരികെ കൊടുക്കണം എന്ന് പറയുന്ന സംഗതിയെ ആരാണ് ഏറ്റവും ശക്തമായിട്ട് എതിർത്തിരുന്നത്? ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് ആദിവാസികൾക്ക് പകരം ഭൂമി, അതായത് അവർ അന്യാധീനപ്പെട്ട ഭൂമി പോട്ടെ, അതിനി കൊടുക്കാൻ പറ്റില്ല, അവർക്ക് പകരം ഭൂമി കൊടുക്കാം എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവരുന്നത് വരേണ്ടി വന്ന ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. ഇതവിടെ ഉണ്ട്, ഇത് അവർക്കും അറിയാം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണ് എന്ന് പറയാതെ പറയുകയാണ് സത്യം പറഞ്ഞാൽ മോദി ഈ ആദിവാസി ഭൂമി എന്ന് റെഫർ ചെയ്തതിലൂടെ. ആ ഏരിയയിലേക്ക് ആരാണ് കയറി കളിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം, അവരിലേക്കാണ് ഞങ്ങൾ എത്താൻ പോകുന്നത്. കയറി കളിക്കുന്നതെന്ന് ഞാൻ അവരുടെ ഭാഷയിലാണ് പറയുന്നത്. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അവരിലേക്കാണ് എത്താൻ പോകുന്നതെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പം മുനമ്പത്ത് സമരം ചെയ്യുന്ന ആളുകൾ ആ പ്രസംഗം ഒന്നുകൂടെ, അല്ലെങ്കിൽ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആ പ്രസംഗം ഒന്നുകൂടെ മനസ്സിരുത്തി കേൾക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.